Classification of Indian schools of philosophy. The system of Indian philosophy is classified into two schools, that is orthodox, astic, and heterodox, nastic. Number one, orthodox school. They uphold the supremacy of the Vedas and Upanishad. Vedanta, Sankhya, Yoga, Vaisheshika, Nyaya, Purvamimamsa, Uttaramimamsa philosophy come under orthodox schools of philosophy. വേദങ്ങളുടെ ആധികാരികത അംഗീകരിക്കുന്ന വിഭാഗം ആണ് ഓർത്തഡോക്സ് സ്കൂൾ. നെക്സ്റ്റ്, അൺഓർത്തഡോക്സ് സ്കൂൾസ്. They reject the authority of Vedas and Upanishad. Charvaka, Jainism and Buddhism come under the heterodox school. വേദങ്ങളുടെ ആധികാരികത അംഗീകരിക്കാത്ത വിഭാഗങ്ങൾ ചാർവാക ദർശനം, ജൈന ദർശനം, ബുദ്ധദർശനം. ഭാരതീയ ദർശന മേഖലകളെ മുഖ്യമായി രണ്ട് വിഭാഗമായി വർഗീകരിക്കാം. ആസ്തികം ഓർത്തഡോക്സ്, നാസ്തികം ഹെട്രോഡോക്സ് എന്നിങ്ങനെ. മീമാംസ, വേദാന്തം, സാഖ്യ, യോഗ, ന്യായ, വൈശേഷിക എന്നീ മുഖ്യ മേഖലകൾ ഓർത്തഡോക്സ് വിഭാഗത്തിൽ അല്ലെങ്കിൽ ആസ്തിക് വിഭാഗത്തിൽ പെടുന്നു. ഇവയെ ആസ്തികം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അവ ഈശ്വരവിശ്വാസം പുലർത്തുന്നത് കൊണ്ട് മാത്രമല്ല, അവ വേദങ്ങളുടെ ആധികാരിക സ്വഭാവം അംഗീകരിക്കുന്നത് കൊണ്ടുകൂടിയാണ്. ഉദാഹരണത്തിന് മീമാംസകരും സാഖ്യ ഈശ്വരവിശ്വാസം പുലർത്തുന്നില്ല എങ്കിലും വേദങ്ങളുടെ ആധികാരികതയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവയെ ആസ്തിക വിഭാഗത്തിൽ പെടുത്തുന്നു. നാസ്തിക വിഭാഗം അല്ലെങ്കിൽ ഹെട്രോഡോക്സ് ഫിലോസഫി ചാർവാക ദർശനവും ജൈന ബുദ്ധ ദർശനവുമാണ്. വേദങ്ങളുടെ ആധികാരിക സ്വഭാവം അംഗീകരിക്കാത്തതിനാലാണ് ഇവയെ നാസ്തികങ്ങളായി കരുതപ്പെടുന്നത്. പ്രൊപ്പോണൻസ് ഓഫ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ഫിലോസഫി. ഓർത്തഡോക്സ് സിസ്റ്റം. നമ്പർ 1, ന്യായ പ്രൊപ്പോണൻറ്റ് ഗൗതമ മുനി, വൈശേഷിക കണാദ മുനി, യോഗ പതഞ്ജലി, സാഖ്യ കപില മുനി, പൂർവമീമാംസ ജൈമിനി, ഉത്തരമീമാംസ ആദി ശങ്കരാചാര്യ. അൺഓർത്തഡോക്സ് സിസ്റ്റം. ചാർവാകിസം, ചാർവാക, ജൈനിസം, വർദ്ധമാന മഹാവീര, ബുദ്ധിസം, ഗൗതമ ബുദ്ധ. സാഖ്യ, യോഗ, ന്യായ, വൈശേഷിക. ഇത് നാലും സ്വതന്ത്രമായ യുക്തികളിൽ അധിഷ്ഠിതമായ വിഭാഗങ്ങൾ ആണ്. പൂർവമീമാംസ വേദങ്ങളിലെ ആരാധനാക്രമങ്ങൾക്കും ചിട്ടകൾക്കും ഊന്നൽ നൽകുന്ന വിഭാഗങ്ങൾ. ഉത്തരമീമാംസ വേദങ്ങളിലെ സൈദ്ധാന്തിക അംശത്തിന് ഊന്നൽ നൽകുന്ന വിഭാഗം ആണ് ഉത്തരമീമാംസ അഥവാ വേദാന്തം. മഹർഷി കപില ഈസ് ദ ഫൗണ്ടർ ഓഫ് സാഖ്യ ഫിലോസഫി. Sankhya. Sage Kapila Muni is credited as the founder of Sankhya, and it is regarded as one of the oldest philosophical schools in India. The word Sankhya has its root in Sanskrit and it implies number. Sankhya philosophy believes in dualistic realism. It believed that the Sankhya represents the theory while the Yoga school represents the application or the practical aspects. Sankhya, Kapila. Based on Upanishad, two schools of philosophies developed in India. Realistic Sankhya, idealistic Vedanta. The Sankhya philosophy is closely associated with the Yoga philosophy. In this regard, the Gita says Yoga and Sankhya are the practical and theoretical sides of the same system. Dualistic realism upholds two ultimate realities, purusha and prakriti. Sankhya is one of the 6th orthodox astic schools of Indian philosophy and is attributed to the sage Kapila.
Sankhya philosophy is primarily concerned with the analysis of the fundamental principles of existence and the nature of reality. Here are some key points of Sankhya philosophy. ഇന്ത്യൻ തത്വചിന്തയിലെ 6 യാഥാസ്ഥിതിക സ്കൂളുകളിൽ ഒന്നാണ് സാഖ്യ. ഇത് കപില മുനിയുടെ പേരിലാണ്. സാഖ്യ തത്വചിന്ത പ്രാഥമികമായി അസ്തിത്വത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെയും യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവത്തെയും വിശകലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാഖ്യ തത്വചിന്തയുടെ ചില പ്രധാന പോയിന്റ്സ് താഴെ പറയുന്നു. Number 1, dualism. Sankhya is a dualistic philosophy postulating the existence of two fundamental categories, purusha, consciousness or the individual self, and prakriti, matter or nature. These two are distinct and separate, and the interaction between them leads to the creation and experience of the material world. ഡ്യൂലിസം, ദ്വൈതവാദം. സാഖ്യ ഒരു ദ്വൈത തത്വചിന്തയാണ്. 2 അടിസ്ഥാന വിഭാഗങ്ങളുടെ നിലനിൽപ്പിനെ പ്രതിപാദിക്കുന്നു. പുരുഷ, അവബോധം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെൽഫ്. പ്രകൃതി, വസ്തു അല്ലെങ്കിൽ പ്രകൃതി. ഇവ രണ്ടും വ്യതിരിക്തവും വ്യത്യസ്തവുമാണ്. അവ തമ്മിലുള്ള പാരസ്പര്യമാണ് ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടിയിലേക്കും അനുഭവത്തിലേക്കും നയിക്കുന്നത്. Number 2, 24 tattvas. Sankhya enumerates 24 fundamental principles or tattvas that explain the working of the universe. These include the 5 elements: earth, water, fire, air, and akasha. The senses, the mind, the ego, and the cosmic intelligence. 24 തത്വങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്ന 24 അടിസ്ഥാന തത്വങ്ങൾ സാഖ്യ എണ്ണുന്നു. ഇതിൽ 5 ഘടകങ്ങൾ ഭൂമി, ജലം, അഗ്നി, വായു, ഈതർ, ആകാശം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, അഹംഭാവം, പ്രപഞ്ചബുദ്ധി എന്നിവ ഉൾപ്പെടുന്നു. നെക്സ്റ്റ്, ലിബറേഷൻ, മോക്ഷ. The ultimate goal of Sankhya philosophy is to achieve liberation or moksha by realizing the distinction between purusha and prakriti. Liberation is attained when the individual recognizes their true nature as purusha, separate from the material world. വിമോചനം, മോക്ഷം. പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി മോക്ഷം നേടുക എന്നതാണ് സാഖ്യ ദർശനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഭൗതിക ലോകത്തിൽ നിന്ന് വേറിട്ട് വ്യക്തി തൻ്റെ യഥാർത്ഥ സ്വഭാവം പുരുഷനായി തിരിച്ചറിയുമ്പോഴാണ്, ഇൻഡിവിജ്വൽ സെൽഫായി തിരിച്ചറിയുമ്പോഴാണ് വിമോചനം ലഭിക്കുന്നത്. പ്രകൃതി ആൻഡ് എവല്യൂഷൻ. സാഖ്യ ഡിസ്ക്രൈബ്സ് the evolution of the universe as the unfolding of prakriti, which goes through various stages to manifest the physical world. This process is driven by the interplay of the 3 gunas: sattva, goodness; rajas, passion; and tamas, ignorance. പ്രകൃതിയും പരിണാമവും. നമ്പർ 4, ഭൗതിക ലോകത്തെ പ്രകടമാക്കുന്നതിന് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രകൃതിയുടെ അനാവരണം എന്നാണ് പ്രപഞ്ചത്തിൻ്റെ പരിണാമത്തെ സാഖ്യ വിവരിക്കുന്നത്. സത്വ, നന്മ; രജസ്, അഭിനിവേശം; തമസ്, അജ്ഞത എന്നീ 3 ഗുണങ്ങളുടെ പരസ്പര ബന്ധമായാണ് ഈ പ്രക്രിയയെ നയിക്കുന്നത്. നമ്പർ 5, നോൺ തീസ്റ്റിക്. സാഖ്യ ഈസ് എ നോൺ തീസ്റ്റിക് ഫിലോസഫി as it doesn't rely on a creator, deity or divine intervention to explain the creation of the universe. Non-theistic, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെ വിശദീകരിക്കാൻ ഒരു സൃഷ്ടാവായ ദൈവത്തെയോ ദൈവിക ഇടപെടലിനെയോ ആശ്രയിക്കാത്തതിനാൽ സാഖ്യ ഒരു നോൺ theistic തത്വചിന്തയാണ്. Sankhya philosophy has had a significant influence on various other Indian philosophical systems, including yoga, which incorporates some of its concepts, especially the idea
especially the idea of controlling the mind and senses to achieve spiritual goals. യോഗ ഉൾപ്പെടെയുള്ള മറ്റ് വിവിധ ഇന്ത്യൻ തത്വചിന്താ സംവിധാനങ്ങളിൽ സാഖ്യ തത്വചിന്തയ്ക്ക് കാര്യമായ സ്വാധീനമുണ്ട്. അതിൽ ചില ആശയങ്ങൾ ഉൾപ്പെടുന്നു. പ്രത്യേകിച്ച് ആത്മീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക എന്ന ആശയം. Sankhya and education. Aims of education. Ultimate aim is to help in understanding the real nature of purusha and prakriti, thus getting liberation and self-realization. Purusha, consciousness, prakriti, matter or nature. പുരുഷൻ്റെയും പ്രകൃതിയുടെയും യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യം. Thus getting liberation and self-realization. Assist to attain perfection that pre-exists within. Physical, moral, mental, spiritual and social development. To make an individual self-reliant and independent. Helps the individual to attain freedom from the three types of miseries of life. ഒരു വ്യക്തിയെ സ്വയം പര്യാപ്തമാക്കി തീർക്കുക, ജീവിതത്തിലെ 3 തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാൻ വ്യക്തിയെ സഹായിക്കുക, ഇതെല്ലാം എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. In Sankhya philosophy, there are 3 types of miseries or sufferings known as tapatraya. These 3 types of miseries are adhyatmika tapa. This type of misery is related to the internal or self-inflicted suffering. It includes physical and mental suffering that arises from within an individual. Illness, emotional distress and mental anguish are example of അധ്യാത്മിക തപ. ഈ തരത്തിലുള്ള ദുരിതം ആന്തരികമോ സ്വയം വരുത്തിയതോ ആയ കഷ്ടപ്പാടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ കഷ്ടപ്പാടുകൾ ഇതിൽപ്പെടുന്നു. രോഗം, വൈകാരിക ക്ലേശം, മാനസിക വ്യഥ എന്നിവ ആധ്യാത്മിക തപയുടെ ഉദാഹരണങ്ങൾ ആണ്. നമ്പർ 2, ആദി ഭൗതിക തപ. ആദി ഭൗതിക തപ. Adi Bhaudika Tapa refers to the suffering caused by external factors or other living beings. It includes pain, suffering and harm inflicted by other individuals, animals or natural disasters. For example, physical injuries from accidents or attacks fall under this category. Adi Bhaudika Tapa. ബാഹ്യ ഘടകങ്ങളാലോ മറ്റ് ജീവജാലങ്ങളാലോ ഉണ്ടാകുന്ന ദുരിതങ്ങളെ ആണ് ആദി ഭൗതിക തപം എന്ന് പറയുന്നത്. മറ്റ് വ്യക്തികൾ, മൃഗങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയാൽ ഉണ്ടാകുന്ന വേദന, കഷ്ടപ്പാടുകൾ, ഉപദ്രവങ്ങൾ എന്നിവ ഇതിൽപ്പെടുന്നു. ഉദാഹരണത്തിന് അപകടങ്ങളിൽ നിന്നോ ആക്രമണങ്ങളിൽ നിന്നോ ഉള്ള ശാരീരിക പരിക്കുകൾ ഈ വിഭാഗത്തിൽ പെടുന്നു. നമ്പർ 3, ആദി ദൈവിക തപ. ആദി ദൈവിക തപ is a suffering caused by supernatural or divine forces. This can include natural disasters such as earthquakes, floods and storms, as well as other cosmic or celestial factors that may impact an individual's life. ആദി ദൈവിക തപ അമാനുഷികമായോ ദൈവികമോ ആയ ശക്തികൾ മൂലമുണ്ടാകുന്ന കഷ്ടപ്പാടുകളാണ് ആദി ദൈവിക തപം. ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ് തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിച്ചേക്കാവുന്ന മറ്റ് പ്രപഞ്ച അല്ലെങ്കിൽ ആകാശ ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടാം. In Sankhya philosophy, these 3 types of miseries are considered inherent to the human condition and are part of the cycle of birth and rebirth, samsara. The goal of spiritual practice in Sankhya is to transcend these miseries and attain liberation, moksha, by realizing the true self beyond these temporary forms of suffering. സാഖ്യ തത്വചിന്തയിൽ ഈ 3 തരത്തിലുള്ള ദുരിതങ്ങൾ മനുഷ്യാവസ്ഥയിൽ അന്തർലീനമായി കണക്കാക്കപ്പെടുന്നു. അവ സംസാര ചക്രത്തിൻ്റെ ഭാഗമാണ്. ഇത് താൽക്കാലികമായ കഷ്ടപ്പാടുകൾക്കപ്പുറമുള്ള യഥാർത്ഥ സത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദുരിതങ്ങളെ മറികടന്ന് മോക്ഷം നേടുക എന്നതാണ് സാഖ്യയിലെ ആത്മീയ പരിശീലനത്തിൻ്റെ ലക്ഷ്യം. കരിക്കുലം.
Analytical subjects for imaginative and creative expression. ഭാവനാത്മകവും ക്രിയാത്മകവുമായ ആവിഷ്കാരത്തിനുള്ള വിശകലന വിഷയങ്ങൾ ഉൾപ്പെടുത്തണം. ടീച്ചിങ് ഓഫ് മാത്തമാറ്റിക്സ്, സയൻസ്, ലോജിക്, physiology, humanities, arts and social sciences along with occasional skills. Spiritual, moral and social education. Special emphasis should be given to yoga. Methods of teaching. Experiential learning, activity-based learning, project work, practical, etc. Thus sharpening, observation, inductive, deductive learning and logical reasoning. Activity-based learning through delivering scriptural knowledge. Demonstration method, lecture cum discussion method. These are the methods of teaching. Experiential learning, അനുഭവപരമായ പഠനം. Activity-based learning through delivering scriptural knowledge, തിരുവെഴുത്ത് പരിജ്ഞാനം നൽകുന്നതിലൂടെ. Demonstration, lecture cum discussion method. Role of teacher and student. Teacher must be an ideal personality before his student and should lead with example. അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികൾക്ക് ഒരു ഉത്തമ വ്യക്തിത്വം ആയിരിക്കണം, കൂടാതെ മാതൃകാപരമായി നയിക്കുകയും വേണം. വിദ്യാർത്ഥികളുടെ സഹജമായ കഴിവ് വികസിപ്പിക്കുന്നതിന് സഹായിക്കണം. വിദ്യാർത്ഥികളോട് നിരുപാധിക സ്നേഹവും പുലർത്തണം. Facilitator of the development of the innate potential of the student, have unconditional affection for students. Students should have unconditional regard for the teacher, must practice self-discipline, yoga and self-study. Role of school and discipline. High degree of self-discipline but no form of external and forced discipline. Practicing 8 steps of Ashtanga Yoga. School must provide conducive atmosphere to students. In Sankhya philosophy, there are typically 25 tattvas, principles or categories that are used to explain the nature of reality and the process of creation. These tattvas are divided into 2 main categories, the purusha, consciousness, and prakriti, matter. Here, a brief overview of the 25 tattvas. Number 1, purusha, the pure, unchanging consciousness. 2, prakriti, the material universe, which consists of the following 23 tattvas: mahat, buddhi, cosmic intelligence or universal intellect; ahankara, ego or the I sense; manas, the mind; the 5 sensory organs, jananendriyas, ears, skin, eyes, tongue and nose; the 5 motor organs, karmendriyas, hands, feet, mouth, genitals and anus; the 5 subtle elements, tanmatras, sound, touch, form, taste and smell; the 5 gross elements, bhutas, earth, water, fire, air and ether, akasham;